റോഷിപാൽ നൽകുന്ന പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഒരു നടി ഉന്നയിച്ചത്. നടി വിഷയം ഉന്നയിച്ചതിനെ തുടർന്ന് ഒരുപാട് പേർ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഡോക്ടർ ബിജു അടക്കമുള്ളവർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. റോഷിപാൽ നൽകുന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ. ഈ യാത്രയ്ക്കൊപ്പം നമ്മൾ വാർത്തയുടെ ചൂടും, അതായത് വയനാടൻ യാത്രയുടെ തണുപ്പും വാർത്തയുടെ ചൂടുമായി നമ്മളുടെ പ്രഭാതയാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, എത്ര സുന്ദരമായ കാഴ്ച. പക്ഷേ വരുന്ന വാർത്ത അത്ര സുന്ദരമായ വാർത്തയല്ല. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷി, എങ്ങനെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നത്? ഈ വെളിപ്പെടുത്തലുകൾ എത്രമാത്രം ഗുരുതരമാണ്? അരുൺകുമാർ, ബംഗാളി നടി ഇന്നലെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ഗൗരവമുള്ള ആരോപണം ഉയർത്തിയത്. ഈ ആരോപണത്തിന് പിന്നാലെ ഈ നടിയുടെ സുഹൃത്തുക്കൂടെ സംവിധായകൻ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അവർ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി സജി ചെറിയാൻ്റെ ഉൾപ്പെടെ പ്രതികരണവും വരുന്നു. എന്തായാലും സർക്കാർ ഈ വിഷയത്തിലും പരാതി വന്നാൽ മാത്രമേ നടപടി സ്വീകരിക്കുകയുള്ളൂ. പരാതി വന്നു കഴിഞ്ഞാൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിനെ മാറ്റുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ തന്നെ അക്കാദമിയിലെ അംഗങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പ്രതിപക്ഷം ഈ വിഷയവും ആയുധമാക്കി. ഇന്നലെ KPCC അധ്യക്ഷൻ തന്നെ രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇടത് സഹയാത്രികർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നടക്കം രൂക്ഷമായ വിമർശനങ്ങൾ രഞ്ജിത്തിനെതിരെ ഉയർന്ന ഒരു സാഹചര്യം കൂടിയാണ്. വീണ്ടും സർക്കാർ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് രഞ്ജിത്തിനെതിരെ ഉയർന്ന ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ. ഏതായാലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടടക്കം പ്രതിപക്ഷം ആരോപണമുയർത്തുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു രഞ്ജിത്തിനെതിരെ ഇതിനെ അതീവ ഗൗരവമായ ആരോപണം ഒരു നടി ഉയർത്തിയിരിക്കുന്നത്. സിനിമാ ചിത്രീകരണത്തിൻ്റെ തൊട്ടു മുന്നോടിയായുള്ള ഫോട്ടോഷൂട്ടിന് വന്നപ്പോഴാണ് കൊച്ചിയിൽ വെച്ച് ദുരനുഭവം രഞ്ജിത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന ആരോപണമാണ് ഈ നടി ഉന്നയിച്ചത്. ഓക്കെ, വളരെ ഗുരുതരമായ ആ ആരോപണം വളരെ ഗുരുതരമാണ്. ആ ആരോപണത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. ആ ആരോപണത്തിനെതിരെ ഇനി എന്താണ് പ്രതികരണം എന്ന് നമുക്കറിയണം. ഇത് പക്ഷേ രഞ്ജിത്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ചലച്ചിത്ര മേഖലയിലടക്കം രഞ്ജിത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ട്. അക്കാദമി ചെയർമാൻ രാജിവെക്കുമോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാവും. ഗുരുതരമായ ആരോപണമാണ് നടി ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാനെയും കൊണ്ട് ഈ മേഖലയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിരവധി ആളുകൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും പുറത്തു വരട്ടെ, ഓരോ വെളിപ്പെടുത്തലുകൾ പുറത്തു വരട്ടെ. പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചതൊന്നും അധികകാലം ഒളിച്ചു വെച്ചിട്ടില്ല. അതൊരു നാൾ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. ചന്ദ്രനെ പോലെ, സൂര്യനെ പോലെ. അതാണല്ലോ ബുദ്ധന് പറയുന്നത്. സത്യം പുറത്തു വരട്ടെ.